വെൽക്കം ടു ഷെലിൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പഴം നിറച്ചതാണ്. മിക്സിയുടെ ജാറിലേക്ക് 6 സ്പൂൺ പഞ്ചസാര ഇടാം, 5 ഏലക്കായ, 1 മുട്ട, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർക്കാം, കുറച്ച് കിസ്മിസ്, കാഷ്യൂ നട്ട്സും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും ഏലക്കയും ബീറ്റ് ചെയ്തത് നന്നായിട്ടൊന്ന് ചേർക്കാം. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-6 മിനിറ്റ്. ഇപ്പം നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്ത പഴമല്ല, എന്നാൽ പച്ചയുമല്ല, ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള ഒരു പഴം. അതിൻ്റെ നടുവിൽ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 7 സ്പൂൺ മൈദയിൽ 7 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പഴം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഴം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറയ്ക്കാം. നല്ല തിക്കായിട്ട് തന്നെ എല്ലാ ഫില്ലിങ്ങും നിറയ്ക്കണം അതിൻ്റെ ഉള്ളിൽ. ഇനി മൈദ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ എണ്ണയിൽ ഇടുമ്പം തുറന്നു പോകും. അപ്പം അതുകൊണ്ട് നല്ല തിക്കായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ പഴവും നമുക്ക് ഒട്ടിച്ചെടുക്കാം. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പഴവും ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അങ്ങനെ ഒരു 2-3 പഴമിടാം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. ഇപ്പം നമ്മളുടെ പഴം നിറച്ചത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഊറ്റിയെടുക്കാം. ഇനി ഇപ്പോൾ എല്ലാ പഴവും അങ്ങനെ ഊറ്റിയെടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.